സഫലമാക്കുവാൻ കഴിയാത്ത സ്വപ്നങ്ങൾ നിരന്തരം കാണുകയെന്നത് മനുഷ്യ സഹജമാണ്. ഏകാന്തതയിൽ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, തന്റെ ജീവിത ദുരിതങ്ങൾ അകറ്റി വിജയകരമായ ജീവിതം ലഭിക്കുവാൻ സദാ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ വശീകരിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇണയുടെ വിശ്വാസം ആർജിച്ച് സ്വകാര്യമായ ആഗ്രഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മിഥ്യാധാരണകൾ, മോഹങ്ങൾ, കാൽപ്പനികമായ ചിന്തകൾ ഇവയൊക്കെ യാഥാർത്ഥ്യമാക്കാമെന്ന ധാരണ ആ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ വിത്തുകൾ വശീകരണത്തിലൂടെ വിതയ്ക്കുന്നു. വശീകരിക്കപ്പെടുന്ന ആൾ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. തന്റെ ബുദ്ധിയുടെ ഒരു പകുതിയിൽ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ മറുപകുതിയിൽ സങ്കല്പങ്ങളുടെ ഉദ്യാനങ്ങൾ സൃഷ്ടിക്കുവാനും വശീകരണത്തിന് സാധിക്കുമ്പോൾ സത്യമേത് കള്ളമേത് എന്നറിയാതെ അവർ വല്ലാതെ കുഴങ്ങിപ്പോകുന്നു. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ അധികമൊന്നും പ്രയത്നിക്കാത്ത സങ്കല്പലോകത്ത് പാറി പറന്നു നടക്കുവാനാണ് മനുഷ്യ മനസ്സിന് ഏറെ താല്പര്യം. അതാകുമ്പോൾ ഭാവനകൾക്ക് നിറം കലർത്തിയാൽ മതിയല്ലോ. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രങ്ങൾ കാണാതെ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നു വശീകരണത്തിന് വിധേയരാകുന്നവർ. വശീകരിക്കുന്നവരും വശീകരിക്കപ്പെടുന്നവരും അത്തരം വേർതിരിയലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇത്തരം വിസ്മയ ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സ് ശൂന്യമാക്കി മാറ്റുക, പിന്നീട് തനിക്ക് ആവശ്യമുള്ളതെന്തും അതിലേക്ക് തന്ത്രപൂർവം നിറയ്ക്കുക, വ്യക്തിത്വത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് സ്വിച്ചിട്ടാൽ ചലിക്കുന്ന ഒരു യന്ത്രപാവകണക്കെ വലിയ വലിയ ആശയക്കുഴപ്പത്തിലേക്ക്, വെറും സങ്കല്പങ്ങൾ നിറഞ്ഞ മനോലോകത്തിലേക്ക് നയിക്കുവാൻ വശീകരണം ചെയ്യുന്നയാൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു.